പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഒന്നാം പ്രതി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിച്ചു. പീതാംബരൻ, അനിൽ, ഗിജിൻ, അശ്വൻ, വിഷ്ണു സുര എന്നിവർക്കാണ് പരോൾ അനുവദിച്ചത്. LDF സർക്കാർ അധികാരം ഒഴിയും മുൻപ് 20 ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചത്. രതീഷ് വാസുദേവൻ ചേർന്നു. രതീഷ്, അപ്പോൾ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഈ ഘട്ടത്തിൽ ഇതിൽ ഉണ്ടായിരിക്കുന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. വിവരങ്ങൾ. ശാമിലി, തീർച്ചയായും അത്തരത്തിൽ തന്നെ പറയേണ്ടി വരും. കാരണം ഏറെ വിവാദമായ രാഷ്ട്രീയ സംഘടനമായിരുന്നു പെരിയ കൂട്ടക്കൊലക്കേസ് എന്ന് നമുക്കറിയാം, ഇരട്ടക്കൊലക്കേസ് എന്ന് നമുക്കറിയാം. അതിൽ തന്നെ CPM പ്രവർത്തകരായ ആളുകൾ പ്രതികളായി വന്നതോടെ അതിന് രാഷ്ട്രീയമാനം കൈവരിയുന്ന സാഹചര്യം ഉണ്ടായി. അതിലാണ് ഇപ്പോൾ ഈ ഭരണകാലാവധി അവസാനിക്കുന്നതിന് മുൻപായിട്ട്, അതായത് LDF സർക്കാർ അധികാരം ഒഴിയുന്നതിന് 20 ദിവസം ആണ്. അതിനു മുമ്പാണ് 20 ദിവസത്തേക്ക് ഈ 5 പ്രതികൾക്ക് പരോൾ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് വന്നിട്ടുള്ളത്. ഒന്നാം പ്രതി ഉൾപ്പെടെയുള്ള ഒന്നാം പ്രതി പീതാംബരൻ, 4-ാം പ്രതി അനിൽ, 5-ാം പ്രതി ഗിജിൻ, 6-ാം പ്രതി അശ്വിൻ, 15-ാം പ്രതി വിഷ്ണു സുര എന്നിവർക്കാണ് പരോൾ അനുവദിച്ചത്. എന്തായാലും വലിയ തോതിൽ രാഷ്ട്രീയ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്നു. കോൺഗ്രസും UDF-ഉം ഒക്കെ തന്നെ വലിയ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചു. കാരണം പ്രതികളെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് LDF സർക്കാർ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഇടപെട്ടു എന്ന ആക്ഷേപം ഉണ്ടായിരുന്നു. പിന്നീട് കേസ് ഉന്നത ഏജൻസിക്ക് കൊടുക്കണമെന്ന വീട്ടുകാരുടെ ഉൾപ്പെടെ ആവശ്യത്തിന് പ്രകാരം കൊച്ചി CBI കോടതിക്ക് കൈമാറുന്നു. തുടർന്ന് 24 പേർക്ക് കുറ്റപത്രം സമർപ്പിക്കുന്നു. അതിൽ 14 പേരെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുന്നു. അതിൽ 10 പേരെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായി. ഈ 14 പേരിൽ തന്നെ 10 പേർക്കാണ് ശിക്ഷ അനുവദിക്കേണ്ട കാര്യമുണ്ടായത്. 5 പേരിൽ, അതായത് 4 പേർ KV കുഞ്ഞിരാമൻ MLA, മുൻ MLA ഉൾപ്പെടെയുള്ള ആളുകളെ ശിക്ഷ മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാലും ഈ 10 പേരിൽ ഈ 5 പേർക്കാണ് ഇപ്പോൾ ഈ പരോൾ രാഷ്ട്രീയമായി, അതായത് LDF സർക്കാർ ഭരണം ഒഴിയുന്നതിന് മുമ്പ് 20 ദിവസത്തേക്ക് പരോൾ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിയമപരമായി ഒരുപക്ഷെ ഈ പ്രതികൾക്കൊക്കെ തന്നെ രാഷ്ട്രീയമായി നിയമപരമായി തന്നെ ലഭിക്കേണ്ട ആനുകൂല്യം തന്നെ ആയിരിക്കാം. പക്ഷേ ഈ ഭരണം ഒഴിയുന്നതിന് മുമ്പ് ഇത്തരത്തിൽ പരോൾ അനുവദിച്ചത് UDF സർക്കാർ ഭരണത്തിൽ വന്നാൽ ഇത് കൂടുതൽ സങ്കീർണമാവും. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് പരോൾ അനുവദിക്കുക CPM പ്രവർത്തകർക്ക് എന്ന നിലയിലാണ് എന്നാണ് UDF കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഇത് തുടർച്ചയായി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. രാഷ്ട്രീയമായ ഇടപെടൽ നടന്നു എന്ന് കോൺഗ്രസും UDF-ഉം ഒക്കെ ആരോപിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഭരണമൊഴിയുന്നതിന് മുമ്പായി തന്നെ ഈ പ്രതികൾക്ക് 20 ദിവസത്തെ പരോൾ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. വലിയ രാഷ്ട്രീയ വിവാദമുണ്ടായി. CPM-നടക്കം വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കിയ രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയിലാണ് പെരിയ ഇരട്ടക്കൊലക്കേസിനെ കാണുന്നത്. ഈ ഘട്ടത്തിൽ പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത്തരത്തിലൊരു നിലപാട് വന്നു. ഈ പ്രതികൾ ഉൾപ്പെടെയുള്ളവർ കാസർഗോഡ് ജില്ലയിൽ എത്തി എന്ന സാഹചര്യമൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോകുമെന്ന് ഉറപ്പാണ്. എന്തായാലും UDF അത് രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുമെന്നും ഉറപ്പാണ്. വലിയ വിവാദങ്ങൾക്ക് CPM ഉൾപ്പെടെ LDF ഉൾപ്പെടെ മറുപടി പറയുന്ന സാഹചര്യമുണ്ട്. പുതിയ വിവാദങ്ങൾ തുടങ്ങുകയാണ് പെരിയ ഇരട്ടക്കൊലക്കേസിൻ്റെ ഭാഗമായി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ശ്യാമിലി.